വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. നോയമ്പുകാലം ആയതുകൊണ്ട് മീൻ വറുത്തതാണെന്നോർത്ത് നമുക്ക് കഴിക്കാം. മീനില്ല, മീൻ ഫ്രൈ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പ എവിടെയാ പോളെ? ആരെയാ വിളിക്കണേ? അപ്പേനെ ഗ്രീൻ ടീ കുടിക്കാൻ 11:45 പറമ്പിൽ വന്നിട്ടില്ല. ഇതെന്നാ അപ്പ ഇങ്ങനെയൊക്കെ വന്നെ? സ്കൂട്ടറിനാ പറമ്പിൽ നടക്കാൻ. വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായ ഒരു വസ്തുവാണ്. അമ്മ ഇന്ന് മീനില്ല, മീൻ ഫ്രൈ ആ ഉണ്ടാക്കണേ. ഓഹോ, ആ എന്താ പറഞ്ഞേ? ഒരു 8-10 കോവയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പഴുത്ത കോവയ്ക്ക് അത്ര നല്ലതല്ല, പക്ഷെ വാങ്ങിയ കോവയ്ക്കാണ് കൂടുതലും പഴുത്തതാ നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. ഇപ്പൊ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത് കിട്ടൂലല്ലോ. അപ്പൊ കോവയ്ക്ക ഉണ്ട്. നോയമ്പുകാലം ആയതുകൊണ്ട് മീൻ വറുത്തതാണെന്നോർത്ത് നമുക്ക് കഴിക്കാം. ഫ്രൈ തയ്യാറാക്കുക. അപ്പൊ അത് ഫിഷ് ഫ്രൈ എന്നുള്ള രീതിയിൽ അങ്ങ് കഴിക്കാം. മീനില്ല, മീൻ ഫ്രൈ അങ്ങനെ പറയാനൊന്നും പറ്റില്ല, കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കണില്ല. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് ആക്കുക. അപ്പൊ നമുക്ക് അതിനായിട്ട് ഇതേ കോവയ്ക്ക പിളർന്നു. എന്താ ഇങ്ങനെയാ എടുക്കുന്നത്? ഞാൻ ഇങ്ങനെയാ എടുക്കണത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാട്ടോ. നമ്മള് ഡീപ് ഫ്രൈ ആക്കണമെന്നാ ഓർക്കണം കേട്ടോ. ദേ കട്ട് ചെയ്തെടുക്കണത് ചെറുതൊക്കെ കട്ട് ചെയ്തെടുക്കണ്ട, അല്ല ഇങ്ങനെ കുറുകെ കട്ട് ചെയ്യണ്ട കേട്ടോ. വലുത് നീളത്തിലുള്ളത് കുറുകെ കൂടെ ഒന്ന് കട്ട് ചെയ്യണം. ഇത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കണതാ കേട്ടോ. കാണിച്ചു തരാം. ഇത് വളവന. ഇത് രണ്ടാക്കേണ്ടി വരും, നീളം ഒരുപാടുണ്ട് അതുകൊണ്ട്. പിന്നല്ല ഒരുപാട് നീളാകുമ്പോ എണ്ണയിൽ മുങ്ങാൻ പ്രയാസം, അതുകൊണ്ടാ കട്ട് ചെയ്തത്. നീ മീൻ വറുത്തതില്ല എന്നും പറഞ്ഞു ഊണ് കഴിക്കാതിരിക്കണ്ട. അങ്ങനെ പ്രതീക്ഷിച്ചാരും ഊണുണ്ടായത്. അത്ര മീൻ വറുത്തതിന്റെ ഇതൊന്നും അല്ല ഇത്. പിന്നെ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ പറയാന്ന് മാത്രം, അത്രേ ഉള്ളൂ. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. നോ കമ്പാരിസൺ വിത്ത് ഫിഷ് ഫ്രൈ. പിന്നെ അങ്ങനെയൊക്കെ വിചാരിക്കാം. അതല്ലേ പറഞ്ഞേ, അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ചു ഉണ്ണുക. അതെ, പാതി നോമ്പൊക്കെ ആവാറായില്ലേ? 2 ആഴ്ചയില്ലേ ആവുള്ളൂ ഈ സൺഡേ ആകുമ്പോഴത്തേക്കും. മാർച്ച് 25 നമ്മളാരും ഒരുപാട് വിഷമിക്കണ്ട അതോർത്ത്. കാരണം സ്വന്തം ഇഷ്ടത്തിന് സ്വയം എടുക്കണവരാണിത്. അപ്പൊ അത് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും രണ്ടിനും. ദേ ഇത് കട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഇത് ലെങ്ത്. നമുക്ക് ആദ്യം ഇതില് ഇച്ചിരി തിരുമ്മി വെക്കാം സംഗതികളൊക്കെ. ഉപ്പാണ് ആദ്യം തിരുമണത്. എല്ലാം കൂടെ ചേർത്തേച്ചാട്ടോ കയ്യിൽ തിരുമണത്. കാരണം എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം കൈ പിന്നെ കഴുകാൻ പറ്റില്ല, അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ. പൊടിക്ക് വന്നു ഭാഗ്യം. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ജീവിക്കാം, നിക്കാൻ പറ്റില്ല. കിച്ചണില് ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കിച്ചണില് ഇരുന്ന് പാചകം ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. 10 മണിയായാ പിന്നെ കൊറേ അങ്ങ് ഇടണ്ടല്ലോ. ഇത് കളർ മുളക് പൊടിയാ. ഇത് അധികം എരിവില്ല. കാണുമ്പോ പലരും ചോദിക്കണ്ട് ഇതിന് ഭയങ്കര എരിവാവില്ല, പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് നോർമലേ ഉള്ളൂ, പാകേ ഉള്ളൂ. നമ്മൾ അധികം എരിവ് ഉപയോഗിക്കുന്നവരല്ല കേട്ടോ. അത് ഇപ്പൊ സ്ഥിരം കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. നമുക്കേ ഇതിലേക്ക് നീ പറഞ്ഞതനുസരിച്ച് ഫിഷ് ഫ്രൈ നീ ഒരു അനൗൺസ്മെന്റ് നടത്തിയില്ലേ, ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കാം. പേസ്റ്റ് ഇരിപ്പുണ്ടല്ലോ മേടിച്ചത്, അത് മറ്റേ ഇരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് തിരുമ്മി വെക്കാം. ഇപ്പൊ അതങ്ങനെ തീർന്നു പറയാറില്ലല്ലോ. തീർന്നില്ലേ? അതൊന്നും തീരുന്നത് മീൻ വെക്കണ്ടേ. അപ്പൊക്കെ ചിലപ്പോ ഇത് ഇഷ്ടപ്പെടും. ഒരു രുചി വ്യത്യാസമൊക്കെ അല്ലേ. കോവയ്ക്കൊക്കെ നല്ല വണ്ണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മേടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള ഇടത്തു നിന്നാണെങ്കിൽ ഇതിപ്പോ ഈ പഴുത്തത് ഒരുപാടുണ്ട്, പച്ച ഇതിന് വേണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ മേടിക്കുമ്പോ. വെളുത്തുള്ളി ഇഞ്ചി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അതും കൂടെ തിരുമ്മി അടച്ചു വെക്കാം. അപ്പൊ എവിടെയാ പോളെ? അമ്മേന്റെ ഏപ്രൺ അഴിച്ചിട്ടുണ്ട്. കെട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ഞാൻ പറയാം. ഏപ്രൺ കെട്ടിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഡ്രസ്സിന്റെ ഫ്രണ്ട് വശം മുഴുവൻ ഇങ്ങനെ ഓരോന്നും പെരട്ടുമ്പോ ഇതെല്ലാം വീണ് അഴുക്കാവും. വേനലാകുമ്പോ വ്യൂവേഴ്സിന് ഉപ്പി അറിയാം എത്ര കുപ്പായം ഞാൻ ഒരു ദിവസം മാറുള്ള ഒരു കുക്കിങ്ങിൽ തന്നെ പല കുപ്പായത്തിൽ കാണാറില്ലേ. അപ്പൊ
വീഴാതിരിക്കാൻ വേണ്ടി ഏപ്രൺ ഇങ്ങനെ അങ്ങ് കഴുത്താക്കട ഇട്ടു. പക്ഷെ ഇത് വലിച്ചു മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ കോട്ടണും എല്ലാം കൂടെ ചേർന്ന് ഇതിന് നല്ല കട്ടിയുണ്ട്. നൈറ്റികൾക്കും കട്ടിയുള്ളത്. അപ്പൊ ആവിക്കിന് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ഇതിലെ ലോഹ പോലെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ, അപ്പയുടെ ഭാഷ ലോഹ പോലെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് വീഴൂല. ഇതിലേ വീഴുള്ളൂ. അത് കുഴപ്പമില്ല, വാഷബിൾ അല്ലേ. ഇത് വാഷബിളാ. പക്ഷെ അതല്ല, എപ്പോഴും ഈ ഡ്രസ്സിൽ ഇങ്ങനെ പിന്നെ വൃത്തികേടല്ലേ. അത് കാരണം അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങ് പരട്ടി വെക്കാം കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് വളരെ നന്നായി. അത് എല്ലാം കൊണ്ടും ഒരുപാട് ഇതിലേക്ക് ഇത് ആഡ് ചെയ്യണ്ട. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഇതിന് വരണതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇനി തിരുമ്മി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. തിരുമ്മി വെക്കട്ടെ. ഒരു 3 കുഞ്ഞ് സ്പൂൺ പുട്ടുപൊടി ആട്ടോ വെച്ചേക്കണേ. റവ പോലെ തരിങ്ങുള്ളത്. പിന്നെ ഒരു 3 സ്പൂൺ, നമുക്ക് 3 വേണ്ട, 2 കൂമ്പനെ മതി. അത്രയല്ലേ സാധനമുള്ളൂ. കോൺഫ്ലവറും കൂടെ ചേർത്തു. എന്തിനെ? നമ്മുടെ ബാറ്റർ, മറ്റേ ഇതിന്റെ ബാറ്റർ, ഏത് കോവയ്ക്കയുടെ ബാറ്റർ തയ്യാറാക്കാം. കോവയ്ക്കയിൽ പെരട്ടി മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പെരട്ടി വെച്ചേക്കണം. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെ കാണിച്ചാൽ പെരട്ടി വെച്ചേക്കണത്. അപ്പൊ ഇനി ഇതിലേക്ക് ഇച്ചിരി പൊടികളൊക്കെ ചേർക്കണം. അതും കാണിച്ചു തരാം. എന്നിട്ട് ബാറ്റർ അങ്ങ് തയ്യാറാക്കി വെച്ചാൽ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി പൊടിക്ക് മതി, സാധനം അതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇച്ചിരി എരിവ് മുളക് പൊടി ചേർക്കാം. കൂടുതൽ മറ്റേ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എരിവ് നമ്മൾ വളരെ കുറച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതെ, എരിവ് മുളക് പൊടി ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി കളർ മുളക് പൊടി ചേർക്കാം. ബാറ്ററിലും കൂടെ ചേർത്താലേ ആ കളർ കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ നന്മയുടെ അവിടെ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ല കളർ കിട്ടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്പിയുമാണ്, നല്ല ഫ്രൈ. അല്ല, ഫുഡ് ഐറ്റം ഒക്കെ നല്ല. ഞങ്ങൾ സ്ഥിരം എടുക്കണ കേറ്ററിംഗ് സെൻറ്റർ ആട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. അപ്പം ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു ലിക്വിഡ് ഫോമിലാക്കി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഇച്ചിരി ഉപ്പ് വേണം, ബാറ്ററിന് ഉപ്പ് വേണമല്ലോ. എന്നിട്ട് നമുക്ക് ആയി കഴിയുമ്പോൾ വറക്കണം കാണിക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. ചിരിച്ച് ഒഴിച്ച്, അല്ലെങ്കിൽ കൂടിപ്പോയി ഇച്ചിരി വേണ്ടി വരും. എപ്പോഴും കൂടിപ്പോയി. ആ മതിയുടെ ഇത് മതി. കൂടുതലാണെങ്കിൽ ഇച്ചിരി പൊടി ചേർക്കാം, അരിപ്പൊടി ചേർക്കാം. കോൺഫ്ലോർ ഇച്ചിരി കൂടുതലാ. ഞാൻ എന്നാണ് ഒഴിക്കുമ്പോ ഇങ്ങനെ കൂടി പോകണം. ഒഴിക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഏഹേ, അത് തന്നെയാണോ കുടിക്കണേ? ഞാൻ എടുത്ത് വെച്ചേക്കണേ. ഇച്ചിരി അരിപ്പൊടി ചേർക്കാം. കറക്റ്റ് ആക്കണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാ വെള്ളം വിട്ട് കിടന്നു കൊള്ളൂല, പിടിക്കില്ല. അത് ശരിക്കും ഞാൻ നീ പറഞ്ഞ പോലെ ഒഴിക്കുമ്പോ എപ്പോഴും കൂടുതലാണ്. ഇച്ചിരി റവ ചേർത്താലോ? വേണ്ട, ഇത് മതി. ഇച്ചിരി കുറഞ്ഞു പോയോ? അപ്പൊ വെള്ളം വേണം? വേണ്ട, ഇത് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പിടിക്കില്ല. എന്നാ ഇനി മൂടി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരിക്കണം. ഇരിക്കുമ്പോ ചിലപ്പോ ഇതൊന്ന് പിടിക്കും. അതല്ല, കോവയ്ക്കയില് സെറ്റായി വരണ്ടേ. എന്നിട്ട് നമുക്ക് വറുത്ത് പോരാം. സമയമുണ്ടല്ലോ. മൂടി വയ്ക്കാം. ഇടപ്പെടുത്തോണ്ട് അതെ, ഞാൻ ഇതിലേക്ക് ഒന്ന് 3-4 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കറക്റ്റ് പാകം. ഇതിലധികം പിടിക്കണമെന്നില്ല. പിന്നെ ഒരു പൊലിമയ്ക്ക് വേണ്ടി ഇപ്പൊ വെളിച്ചെണ്ണ കേട്ടോ ചീനച്ചട്ടിയിൽ ഒഴിച്ചേക്കണേ. ചീനച്ചട്ടിയിലാണ് ഇവിടെ ഇതൊക്കെ ഇരിക്കണം. ഇച്ചിരി ഇടാവൂല കാറ്റ്. ഈ സാധനം വെച്ചേക്കണം അടുത്ത് പറക്കാൻ. എനിക്ക് കുഴപ്പമില്ല, ഇത് ഞാൻ മാറ്റാം. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ പിറക്കി അത് ഓരോന്നൊന്നും ഇതിൽ ഇടണമെന്നില്ല. കുറച്ച് യോജിപ്പിച്ചങ്ങ് ഇടാം. ശരിക്കും വലിയൊരു പാത്രം ഇതിൽ എടുക്കായിരുന്നു. ഇത്രയും കോവയ്ക്ക ഉള്ള സ്ഥിതിക്ക് അത്രയും ഓർത്തില്ല. പിറക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാലേ ചിഞ്ചട്ടി മൂക്കാം. എണ്ണ മൂത്തില്ലെങ്കിൽ പണിയാവും. നോൺ സ്റ്റിക്കും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കുന്നു. ചേതാ കുഴപ്പം. നോക്കട്ടെ, നേരെ പൊട്ടിത്തെറിക്കാതെ ഒന്ന് മൂടട്ടെ കേട്ടോ. ഇതേ കോവയ്ക്ക ഇതിപ്പോ പിടിച്ചിരിപ്പുണ്ടല്ലോ നന്നായിട്ട്. അധികമൊന്നും പിടിച്ചിട്ടില്ല, അത് മതി. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പിടിച്ചില്ലെങ്കിൽ അല്ല ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ലേ, എങ്ങനെ ഇരിക്കും എന്നുള്ളതേ. നല്ല ക്ലിയർ പാത്രം. നല്ല പാത്രം. അത് അന്ന് മേടിച്ച് കൂടിയ ടൈപ്പ് ഇതാന്നും പറഞ്ഞ് തന്നില്ല അവര്. കുഴപ്പമില്ലാത്ത ലുമിനിയാന്നും പറഞ്ഞ അവിടെ ഷൈനീന്നേ. ഒരു കുറെ നാളായിട്ട് മേടിച്ചിട്ട് തുറക്കണില്ല. എന്നാ
ഇത് കുറച്ച് കട്ടി കൂടുതലുള്ളതാണ്, അതുപോലെ ഫുഡ് സേഫ് ആണെന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ അവര് തന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫുഡ് സേഫ് എന്നുള്ളത്. കടയില് പറഞ്ഞത് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ എഴുതിയിട്ടും ഉണ്ട് അതില്. ഇനി മതിയാവും. എന്നെയാണെങ്കിലും 2-3 ട്രിപ്പ് വേണ്ടി വരുന്നു. തേക്കാൻ വന്നു. ആരെയാ വിളിക്കണേ? അപ്പേനെ ഗ്രീൻ ടീ കുടിക്കാൻ 11:45 പറമ്പിൽ വന്നിട്ടില്ല. അവരുടെ അടുത്ത് നിൽക്കുക. അപ്പ മിസ്ഡ് അടിച്ചു കഴിഞ്ഞാൽ വന്ന് കുടിച്ചേച്ച് പോക്കോളൂ. മിസ്ഡേ ഉള്ളോ? ആ മിസ്ഡേ ഉള്ളൂ. ഇപ്പൊ പരസ്പരം നിങ്ങൾ മിസ്ഡാണോ അടിക്കുന്നത്? പറമ്പിൽ നിൽക്കുമ്പോ മിസ് കോൾ മതി. അപ്പൊ ഇടയ്ക്ക് അവിടെ നിന്ന് മിസ് കോൾ അടിക്കുന്ന ആളാ. വെള്ളം ടാപ്പ് ഓൺ ചെയ്യാനാണ്. അത് സ്ഥിരമുണ്ട്. ഇവിടെ വറുത്തോണ്ടിരിക്കുക കേട്ടോ, ഒന്നും ആയിട്ടില്ല. എന്തായിട്ട് പിളർന്നോണ്ട് ഉള്ളിലേക്ക് വേവ് കയറണതാ. വേവ് കയറട്ടെ. ഇപ്പൊ സ്ലോ മോഷനിൽ ഫ്ലെയിം ഇടണം. ഫ്ലെയിം ഇടുന്നത് ആ ഓർക്കത്ത് പറയാപ്പ ഇത് വറക്കുക. എന്നാ ഓർക്കത്ത് പറയാന്ന് പറഞ്ഞു? എല്ലാം മേടിക്കാൻ തോന്നി, ഞാൻ ആലോചിച്ചില്ല അതിനെപ്പറ്റി. അപ്പൊ വൈകുന്നേരം മതി. അതുകൊണ്ട് ഇതെന്നാ അപ്പൊ ഇങ്ങനെയൊക്കെ വന്നെ? മിസ് കോൾ അടിച്ചു, അപ്പൊ തന്നെ എത്തി. സ്കൂട്ടറിനാ പറമ്പിൽ നടക്കാൻ. പറമ്പില് സ്കൂട്ടറിനാണോ പോണെ? അത് ഇരിക്കാൻ, അതില് നടക്കാനല്ല, അവിടെ ഇരിക്കാൻ സ്റ്റൂള് കൊണ്ടുപോയാൽ പ്ലാസ്റ്റിക് അല്ലേ, കുറെ കഴിയുമ്പോ ചൂടത്ത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അപ്പ സ്കൂട്ടർ കൊണ്ടുപോയിച്ച് അത് സൈഡ് സ്റ്റാൻഡ് വെച്ച് അതിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഇപ്പോഴത്തെ പണി. ഫൈനൽ സ്റ്റേജ് ഒരാള് പറമ്പിൽ സ്കൂട്ടർ. പിന്നെ പറമ്പ് ഇപ്പൊ ക്ലിയർ ആക്കി ഇട്ടു, വഴിയും വെട്ടിത്തെളിച്ചില്ലേ, അത് കാരണം പറമ്പിന്റെ എൻഡ് വരെ സ്കൂട്ടർ ചെല്ലും. പിന്നെ ഇന്ന് കോമ്പൗണ്ട് പറയാം കോമ്പൗണ്ട് വാളിന്റെ മാത്രം പണി ഇന്നുകൊണ്ട് ഫിനിഷ് ആവൂന്നാ വിചാരിക്കണത്. പിന്നെ കുറച്ച് അല്ലറ ഇല്ലാതെ പറമ്പില് മണ്ണ് സൈഡിലേക്കൊക്കെ ഇടാനുണ്ട്. അത് പിന്നെ കല്ല് കെട്ടണ അവരുടെ ആവശ്യമില്ല, അല്ലാത്ത ഭായിമാര് വന്നത് ശരിയാക്കും. പിന്നെ അത് കൂടാതെ ഇനിയിപ്പോ റജിചേട്ടൻ വന്ന് വേറെ വർക്കുണ്ട്. ഫ്രണ്ടിലെ ഗേറ്റിന്റെ ഒക്കെ പരിപാടി വേറെ കൂട്ടരാ ചെയ്യണത്. അത് കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ കുറച്ച് വർക്കുണ്ട്. അത് വർക്ക് നടക്കുമ്പോ കാണിക്കാം എന്നാന്നുള്ളത്. ഇപ്പൊ അങ്ങനെ ഇരിക്കട്ടെ, അത് പഴയതുകൊണ്ട് അത് ഇച്ചിരി വർക്കുകൾ നടത്താനുണ്ട്, അല്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെ വരുമ്പോഴേ അത് ചെയ്യിച്ച് വിടാൻ പറ്റുള്ളൂ. പിന്നെ അതിനോട് ചേർന്ന് നമ്മുടെ പാത്രം കഴിയണ തൊട്ടില് മോശമായില്ലേ, അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യിക്കണമെന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോ ഓക്കെ, അതൊക്കെ നമുക്ക് കാണിക്കാം. തലയെ കെട്ടിക്കൊണ്ടാണ് ഇതൊക്കെ കഴിക്കണേ. അത് ശരി. വേർത്തോ? വേർത്തി കണ്ണാടിയിലേക്ക് വേർത്തിയാടും, അതാണ് തലയെ കെട്ടുന്നത്. തലയെ കെട്ടി അങ്ങനെ ചാടൂലേ? ഇല്ല, തലയിലെ വേർപ്പ് അതിലേക്ക് പിടിക്കും. ഓ ഭയങ്കര ബുദ്ധിയാ. അമ്മയാണ് ടെക്നിക്കൊക്കെ പറഞ്ഞു തന്നെ. പക്ഷെ തലയെ കെട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് വളരെ ചിലപ്പോ പിന്നെ നിവൃത്തിയില്ല. പക്ഷെ അത് ചെയ്യുന്നത് തെറ്റാണ്. ഭക്ഷണത്തോട് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണമെന്നുള്ളതാണ്, റെസ്പെക്ട് കാണിക്കണമെന്നുള്ളതാണ്. വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായ ഒരു വസ്തുവാണ്. അപ്പോൾ ഭക്ഷണത്തോട് നമ്മൾ എപ്പോഴും റെസ്പെക്ട് കാണിച്ചേ പറ്റൂ. ഈ ആൻസിന്റെ ബിസ്ക്കറ്റ് തീർന്നല്ലോ, ഇന്നലെ മേടിക്കേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ തിങ്കളാഴ്ചയായിട്ട് പോകണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടുന്നുണ്ട് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴേ കുറച്ച് അതിന്റെ കോട്ടിംഗ് ഒക്കെ പോണുണ്ട്. അതൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്, കോൺഫ്ലവർ കുറവും അരിപ്പൊടി കൂടി പോയിട്ടുമാണോ എന്ന്. അത് അറിയാവുന്ന വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നേരെ കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഞാൻ ചോദിച്ചതാണ്. അരിപ്പൊടി ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ഇതില്, വറുത്ത പുട്ടിന്റെ പൊടിയാ തരിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്, കോൺഫ്ലവർ കുറവാണ്. ഡൗട്ട്. പിന്നെ ഒരു ഇളവൻ പടവലം ഇല്ലെങ്കിൽ ചീരയോ അല്ലെങ്കിൽ തോരന് പറ്റിയ ക്യാബേജ് ആയാലും മതി, എന്തെങ്കിലും ഒരു കൂട്ടം. പിന്നെ സവോള, അത്രേ ഉള്ളൂ. അപ്പയ്ക്ക് വാങ്ങാൻ പറഞ്ഞു വിടുന്നതാണ്. അപ്പയാണ് നോട്ട് ചെയ്യണത്. അത്രേ ഉള്ളൂ. സാധാരണ അമ്മയാ നോട്ട് ചെയ്യാറ്. ഇന്ന് സമയം
അപ്പയ്ക്കും സമയമില്ല. പക്ഷെ ഞാനിത് വറക്കാൻ എടുക്കുമ്പോൾ അത് പിന്നെ എഴുതാൻ അപ്പയ്ക്ക് ഇപ്പം തന്നെ പോകണം. വൈകുന്നേരം റെസിഡൻസിലായിട്ട് പരിപാടി തന്നെ. നോട്ട് ചെയ്തോ? ഉം. ഇന്നത്തെ ഡേറ്റിലാണോ നോട്ട് ചെയ്തത്? ഉം. ആ നമ്മൾ കോരി വെച്ചു. ഫസ്റ്റ് ട്രിപ്പ്. അതെ അതെ അതെ. ഇല്ല ടിഷ്യൂ നീ കൊണ്ടുവന്നാക്കണം. അപ്പൊ പോവാ കേട്ടോ. നല്ല ടിഷ്യൂ പേപ്പറേ. അമ്മ ഇന്ന് മീനില്ല, മീൻ ഫ്രൈ ഉണ്ടാക്കണേ. ഓഹോ ആ എന്താ പറഞ്ഞേ? മീൻ ഫ്രൈ ഇല്ലെങ്കിൽ വേണ്ട. കഴിച്ചില്ല. ആ മീനില്ല, മീൻ ഫ്രൈ. അതാണ് ഇവൻ. അപ്പൊ അടുത്ത ട്രിപ്പ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഓരോ പോരാനായിട്ട് ഒന്നുകൂടെ ഉണ്ട്. ഒരു ട്രിപ്പും കൂടെ ബാക്കിയുണ്ട്. അതോടുകൂടി നമ്മുടെ മീനില്ല, മീൻ ഫ്രൈ ഇവിടെ അവസാനിക്കും. പിന്നെ ചോറുണ്ണാം. ചോറുണ്ണേണ്ട സമയം ആയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് തിരിച്ചോട്ട് ചോറ് വാർക്കണം. അങ്ങനെ നമ്മുടെ വരാൻ പറ്റില്ല. അതാ മീനില്ല, മീൻ ഫ്രൈ ഓരോന്നായിട്ട് എടുത്തു വെക്കുവാണ്. സ്പൂണിട്ട് ഇളക്കുമ്പോൾ അത് ശരിയാവൂല. അതുകൊണ്ടാട്ടോ. ആരെങ്കിലും ഒക്കെ വരുമ്പോ ഊണ് കഴിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പറ്റിക്കാം. ഒരു മീൻ ഫ്രൈ അങ്ങ് തിന്നെന്ന് പറയാം. അതെ അത് ശരിയാ. ശരിയാ അല്ലേ? തോമസിന്റെ വളരെ നല്ലതാണ്. നമ്മളല്ല കേറ്ററിംഗുകാരുടെ പലരുടെയും നല്ലതാണ്. ഞങ്ങള് ഇപ്പൊ അങ്ങനെ പറഞ്ഞതെന്നു വെച്ചാൽ ഞങ്ങള് സ്ഥിരം വരുത്തണ കേറ്ററിംഗ് അതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയുണ്ട്? നല്ല എങ്കിലും ഒത്തോ. മീനില്ലാത്തതിന്റെ കുറവ് മാറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനെപ്പറ്റി. നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ഇതിനൊക്കെ വേണ്ടിയാണ് അത് എടുക്കണത്. അല്ലാണ്ട് മീൻ തന്നെ കൂട്ടി ഇറങ്ങോളം എന്നൊരു വാശിയില്ല. നമ്മുടെ ആത്മീയത കൂടുതൽ നമ്മുടെ ഇതിൽ വരാനും കൂടുതലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തരണം ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഓരോരോ അനുഷ്ഠാനങ്ങൾ സഭ നിർദ്ദേശിച്ചേക്കണത്. താല്പര്യമുള്ളവരെടുക്കുക. അപ്പം അത് നമ്മൾ ഇന്നത് കൂട്ടി മാത്രം ഇറങ്ങണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അപ്പം അതാണ്. അപ്പം എനിക്ക് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വിഷയവും ഇല്ല. ഓക്കെ. സത്യം പറഞ്ഞാൽ അതൊരു നല്ല കറിയായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നാവുമെന്ന്. നൊയമ്പ് സമയം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെജിറ്റബിളിൽ തന്നെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. നൊയമ്പ് സമയത്ത് മാത്രമല്ല, നമുക്ക് ഏതൊരു സമയത്തും വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്ത് കൊടുക്കും എന്നൊക്കെ ചോദിക്കാറില്ലേ. അന്നേരമൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കറികളുടെ എണ്ണം കൂട്ടാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണ്. സൂപ്പറായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഊണിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ കറുമുറയെ കുറച്ച് കഴിക്കാൻ നല്ല ഒരു രസമായിരുന്നു കേട്ടോ. നമ്മൾ പപ്പടമൊക്കെ കുറച്ച് കഴിക്കില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിരുന്നു മസാലയൊക്കെ ഉള്ളതുകൊണ്ട്. നല്ല ഡിഷായിരുന്നു കേട്ടോ. അപ്പോൾ നൊയമ്പ് കറികളില്ലേ എന്ന് ചോദിക്കുന്നവർക്കായി അമ്മയുടെ ഈ സ്പെഷ്യൽ ഡിഷ് ഇരിക്കട്ടെ എന്ന്. ഉണ്ടാക്കാറുണ്ടോ ഈ മോഡൽ കറികളൊക്കെ? ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം.